കർത്താവിന്റെ ശുശ്രൂഷകൻ. കർത്താവ് എന്ത് പറയുന്നു ജനത്തോടെന്ന് പറയുന്നത് കേട്ട് പ്രാർത്ഥിച്ച് അത് ജനത്തിന് കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നവൻ, ദൈവത്തിന്റെ സ്നേഹം തന്റെ സമൂഹങ്ങളിലേക്ക് അനുഭവമാക്കി കൊടുക്കേണ്ടവൻ, അവനാണ് കർത്താവിന്റെ ശുശ്രൂഷകൻ. അങ്ങനെയല്ലല്ലോ പലരും പ്രവർത്തിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് ഒന്ന് എതിർത്ത് നിന്ന് കളയാം, ഒന്ന് വീടിച്ച് കളയാം, തനി സ്വഭാവം കാണിച്ചു കളയാം എന്നൊക്കെ ചിന്തിക്കരുത്. സഭയ്ക്ക് ചേർന്നതല്ല. മണ്ണടിഞ്ഞു പോകാനുള്ള കാരണം നമ്മൾ യഥാർത്ഥമായ കാണാൻ നാട് കണ്ടാസ്വദിച്ച് അത് ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തോടൊപ്പം എന്നും ജീവിക്കുവാനുള്ളവരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തെ നമ്മൾ ഈ ഭൂമിയിൽ ഒതുക്കരുത്. നാം നമ്മുടേതായ ക്രിയകൾ കൊണ്ട് എതിർ സാക്ഷ്യങ്ങൾ കൊണ്ട് ശിക്ഷിക്കപ്പെടുന്നുവെന്ന് വരിക അത് ദൈവത്തിന്റെ ശിക്ഷയല്ല, നമുക്ക് സ്വയം ഏറ്റുവാങ്ങുന്ന ശിക്ഷയാണ്. നാം നമുക്ക് വേണ്ടി തന്നെ പഠിക്കുന്ന നരകമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ പല ദുസ്ഥിതികൾ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ വിവേകത്തോടു കൂടി ചിന്തിക്കണം. കർത്താവിന്റെ ആശ്വാസം ഏറ്റുവാങ്ങുവാൻ നമുക്ക് സാധിക്കും. നമ്മുടേതായിട്ടുള്ള സങ്കുചിത ചിന്തകളിൽ നിന്നെല്ലാം നമ്മളെ വിളർത്തിക്കൊണ്ട് ദൈവികമായ രീതിയിൽ ചിന്തിക്കുവാൻ കർത്താവായ ഈശോയുടെ ആ സ്നേഹത്തിന്റെ സുവിശേഷത്തിന്റെ ശൈലിയിൽ വ്യാപരിക്കുവാൻ നമുക്ക് സാധിക്കുക. അതാണ് നമ്മുടെ വെളിമറന്ന് പ്രവർത്തിക്കുന്നത്. സഹോദരങ്ങളെ, വെളിമറന്ന് പ്രവർത്തിക്കുന്നത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അവസരങ്ങൾ, തിന്മ ചെയ്യാനുണ്ടായ പ്രേരണകൾ അതെല്ലാം വിട്ടുകളയുക. വന്ന വീഴ്ചകളെ കുറിച്ച് എപ്പോഴും പശ്ചാത്തലിച്ചുകൊണ്ട് നിരന്തരമായ ഒരു മാനസാന്തരത്തിലേക്ക് നീങ്ങുന്നവരാണ് ക്രൈസ്തവർ. നിരന്തരമായ ഒരു മാനസാന്തരത്തിലേക്ക് നീങ്ങണം ക്രൈസ്തവരായ. അങ്ങനെ ഒരു മാനസാന്തരത്തിന്റെ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ രക്ഷപ്പെടാവുകയുള്ളൂ. ഓരോരോ കുബുദ്ധികൾ നമ്മോട് സംസാരിക്കുന്നതിനനുസരിച്ചോ നമ്മുടെ തന്നെ ബുദ്ധിയിൽ നിന്ന് ഉയരുന്ന ചിന്തകളനുസരിച്ചോ പ്രവർത്തിച്ച് എന്തെങ്കിലും രീതികളിലൊക്കെ നമ്മൾ വഴുതിപ്പോയിട്ടുണ്ട് എന്ന് വരിക, വ്യതിചലിച്ചു പോയിട്ടുണ്ട് എന്ന് വരിക. തിരികെ വരാൻ ആരും ആരെയും ഒരിക്കലും അകറ്റി നിർത്തുവാൻ പറയുന്നവരാകരുത്. എല്ലാവരെയും സ്വീകരിക്കുന്ന മനോഭാവവും സഭയുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ഇടവകയിലായാലും നമ്മുടെ മറ്റേത് ഇടവകയിലായാലും ഏതാരാധനാ സമൂഹത്തിലായാലും ഏതെങ്കിലും രീതിയിലുള്ള ഭിന്നതകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരിക്കലും അവയിൽ നിന്നെല്ലാം വിട്ട് നാം കർത്താവിലേക്ക് തിരിച്ചു വന്ന് സഭയായി വളരേണ്ട കാലഘട്ടമാണിത്. ഈ പ്രാദേശിക സഭയ്ക്ക് ഇനി മടിച്ചു നിൽക്കുവാൻ ഒരിക്കലും ഇടയാകരുത്. ഈ പ്രാദേശിക സഭയുടെ വളർച്ച സീറോ മലബാർ സഭയുടെ ആവശ്യമാണ്. സീറോ മലബാർ സഭയുടെ ആവശ്യമാണ്. ഇവിടെ നിന്ന് സീറോ മലബാർ സഭയുടെ ഒരു നല്ല പ്രാദേശിക രൂപമായിട്ട് ഉയർന്നു നിന്ന് വികസിക്കുന്നത് കണ്ടുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലെ യൂറോപ്പിൽ, ആസ്ട്രേലിയയിൽ, കാനഡയില്, മലേഷ്യയിലെ, സിംഗപ്പൂരിലെ, ഗൾഫ് രാജ്യങ്ങളില്, സൗത്ത് ആഫ്രിക്കയിലൊക്കെ പ്രിയമുള്ളവരെ നമുക്ക് രൂപതകളും മറ്റ് സഭയുടേതായ രൂപങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള വ്യഗ്രതയിലാണ് നമ്മൾ. അപ്പോൾ കിട്ടിയ ഈ രൂപതയിൽ നിങ്ങൾ എതിർസാക്ഷികളുമായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് എത്രയോ ദുഃഖകരമാണ്. അത് ഈ ദുഃഖം കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള അപാകതകളെല്ലാം തിരുത്തിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ കൂട്ടായ്മയിലേക്ക് വരാം. വലിയ അപകടങ്ങളൊന്നും നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല, ദൈവത്തിന്റെ സ്തുതി. പക്ഷേ കൂട്ടായ്മയെയും അവഗണിച്ചുകൊണ്ട് കർത്താവിന്റെ സുവിശേഷത്തിന്റെ ശൈലിയിൽ സ്നേഹത്തിൻ്റെതായ കൂട്ടായ്മയിൽ നമ്മൾ വളർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജനമായി നിങ്ങൾ തീരണം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജനം. നമ്മുടേതായിട്ടുള്ള ഏതോ പാരമ്പര്യങ്ങളുടെ പേര്, ഏതോ മഹത്വങ്ങളുടെ പേര്, ഏതോ കുടുംബ മഹിമകൾ പറഞ്ഞ് ഒന്നും ഭിന്നിച്ചോ തർക്കിച്ചോ ഒന്നും നിൽക്കേണ്ടവരല്ല നമ്മൾ. പ്രാദേശിക ചിന്തകൾ കൈപിടിയും. സീറോ മലബാർ സഭ എന്ന് പറയുന്ന 40 ലക്ഷം ജനങ്ങളുടെ ഒരു സമൂഹം കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ അജഗണമാണ്. അവിടുന്ന് സന്തോഷിക്കുന്ന ഒരു ചെറിയ അജഗണം. ഒരു തോമസ് ലിഹായുടെ വിശ്വാസ പാരമ്പര്യത്തിൽ തങ്ങളുടെ ജീവിതങ്ങളെ തന്നെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ സന്നദ്ധരായിരിക്കുന്ന ഒരു ദൈവജനം. വൈദികരുടെയും സമർപ്പിത ജീവിതക്കാരുടെയും വിളികൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവജനം. ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ പ്രിയമുള്ളവരെ പ്രവേശിച്ച് നിൽക്കുകയാണ്. തടസ്സങ്ങളെല്ലാം അകറ്റൂ. ഒന്നിച്ച് കൂട്ടായ്മയിലേക്ക് വരൂ. സഭയുടെ മഹത്വം നമ്മുടെ ഈ ചെറിയ സമൂഹത്തിലൂടെ പ്രകാശിതമാക്കുവാനുള്ള അവസരം കൊടുക്കൂ. തടസ്സങ്ങൾ നീങ്ങേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി കൂടി നിങ്ങളെ ആഹ്വാനം ചെയ്യുവാനാണ് ഞാൻ വന്നത്. ഇനി ഒരിക്കലും സീറോ മലബാർ സഭയുടെ പ്രാദേശിക സഭകളിൽ അവസരങ്ങൾ കേൾക്കുവാൻ ഭാരതത്തിൽ ജീവിക്കുന്നവർക്ക് ഇടയാകാതിരിക്കട്ടെ.
എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന പ്രാവർത്തികമാക്കുവാനുള്ള കൃപ കർത്താവ് നൽകുന്നുണ്ട്. ദൈവത്തിന്റെ കൃപയെ അവഗണിക്കുന്നവര് അവർക്ക് തന്നെ എതിരായിട്ട് പ്രവർത്തിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നാം തന്നെ നമ്മുടെ ശത്രുക്കളാകെ. Hell is paved with good intentions എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. നരകത്തിൽ പോയിരുന്നവർക്കും നല്ല നിയോഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നിയോഗങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് അവർ തെറ്റിക്കും. നല്ല നിയോഗങ്ങളോടുകൂടി, നല്ല ഉദ്ദേശശുദ്ധികളോടുകൂടി, അതേസമയം നല്ല മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ശൈലിയിൽ നമുക്ക് സഭയെ പണിതുയർത്താം. ദൈവം എല്ലാവർക്കും അർഹമായ വേദന ദൈവം എല്ലാവരെയും കാണാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രാദേശിക ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളുടെ ഒരു നീർച്ചാലായി ദൈവം വച്ചു നീട്ടുന്ന അനുഗ്രഹങ്ങളെ തട്ടിത്തറിഞ്ഞു കളയും. അപ്രകാരം മറ്റുള്ളവർക്കും അർഹമായി കൊടുക്കുവാൻ നാം തടസ്സങ്ങളായി ആരെയും അനുഭവിക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. ദൈവത്തിൻ്റെ സ്നേഹം പരസ്പരം പങ്കുവയ്ക്കുന്നു. കുടുംബങ്ങളും പ്രാദേശിക ഇടവകളും സഭയും ഒക്കെയായി വളരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയോടുകൂടി എൻ്റെ തിരുവചനം ഞാൻ സമാപിപ്പിക്കുന്നു. എത്ര നേരമെങ്കിലും ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കർത്താവിൻ്റെ വാക്കുകളെ പങ്കുവയ്ക്കുവാൻ സാധിക്കും. പക്ഷെ അതിലുപരി ആവശ്യമായിരിക്കുന്നത് ഒന്നുചേർന്നുള്ള ഈ ബലിയർപ്പണത്തിൽ ഈ കത്തീഡ്രൽ ഇടവകയിൽ മറ്റേതെങ്കിലും ഇടവകകളിലോ ഉള്ള എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളെയും അംഗീകരിക്കുവാനുള്ള സന്നദ്ധതയോടുകൂടെ ദൈവമക്കൾ ഉചിതമായ അന്തസ്സോടും അഭിമാനത്തോടുകൂടെ നിങ്ങൾ ഒന്നിച്ചു വരണം എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. അത് ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ പ്രാർത്ഥനയുടെ സാർത്ഥകമാകണം. ഇനിയൊരിക്കൽ എനിക്ക് വരുവാനിടയായാൽ അന്ന് വ്യത്യസ്തമായ വളരെ സന്തോഷകരമായി കർത്താവിൻ്റെ കൂട്ടായ്മയിൽ അടിയുറച്ചു നിൽക്കുന്നു. അവിടുത്തെ ശുശ്രൂഷകനായിട്ടുള്ള മെത്രാന്റെ നേരത്തെ ശുശ്രൂഷ സ്വീകരിച്ചുകൊണ്ട് വൈദികരോടും സമർപ്പിതരോടും തക്കമായ ശുശ്രൂഷകരോടുമെല്ലാം ചേർന്ന് സമാധാനത്തിൽ മുന്നോട്ട് നീങ്ങുന്ന ഒരു നല്ല സഭയുടെ പതിപ്പായിട്ട് നിങ്ങളെ കാണുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദുഃഖങ്ങളിൽ എതിർ സാക്ഷ്യങ്ങളിൽ നിങ്ങൾ മനസ്സിരിക്കേണ്ടതില്ല. സന്തോഷങ്ങളിലോ സമൃദ്ധിയിലോ നിങ്ങൾ മതിമറക്കരുത്. സമചിത്തതയാണ് ക്രൈസ്തവരുടെ സഹജമായ സ്വഭാവം. ഈ സമചിത്തത നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. കുഞ്ഞുമക്കൾക്കും യുവാക്കൾക്കും മുതിർന്നവർക്കും പ്രത്യേകിച്ച് നേതാക്കന്മാർ നാം നമ്മെ തന്നെ എത്രമാത്രം നിയന്ത്രിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും ദൈവരാജ്യത്തിനുള്ള വളർച്ച. ദൈവരാജ്യം ബലവശ്യമാക്കുന്നു, ബലവാന്മാരെ കരസ്ഥമാക്കുന്നു. എന്ന് വെച്ചാൽ കരുത്തന്മാർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല, കടിമാടന്മാർ പ്രവേശിക്കുന്നില്ല. പിന്നെയോ തങ്ങളോട് തന്നെ ബലം പ്രയോഗിക്കുന്നവർ അവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. തങ്ങളുടേതായ ക്രൈസ്തവ വിശ്വാസത്തിൽ നിരക്കാത്ത, സന്മാർഗികതയ്ക്ക് നിരക്കാത്ത ആ പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്നവർ തങ്ങളെ തന്നെ നിയന്ത്രിച്ച് ആണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ബലവശ്യമായ ദൈവരാജ്യത്തിൽ ദൈവകൃപയെ ആശ്രയിച്ചുകൊണ്ട് പ്രവേശിക്കാൻ നമുക്ക് ശ്രമിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. നമ്മുടെ വിശുദ്ധിയായ സമയം നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാപിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും